മൈത്രി ഭവ. എല്ലാ SLS കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പരിശ്രമവും ബുദ്ധിയും ആഗ്രഹത്തിൻ്റെയും സ്വാർത്ഥതയുടെയും രണ്ട് വ്യത്യസ്ത പേരുകളാണ്. കുറഞ്ഞ അധ്വാനത്തിലൂടെ കൂടുതൽ നേട്ടങ്ങളും അധികാരങ്ങളും കൈയടക്കി മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് മുന്നോട്ടു പോകുന്ന 5% വരുന്നൊരു വിഭാഗമാണ് ലോകത്തെ നയിക്കുന്നത്. ഇവരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതും ഭൂമിയിൽ യുദ്ധവും അസമാധാനവും കൊണ്ടുവരുന്നതും. കാരണം ഇതെല്ലാം ഇവരുടെ വരുമാന മാർഗങ്ങളാണ്. ഇവരുടെ അഹങ്കാരവും ഗർവവും ഇവരുടെയും മറ്റുള്ളവരുടെയും ആത്മീയ അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഇനി മറ്റൊരു വിഭാഗമാകട്ടെ ജീവിത സന്ധാരണത്തിനായി ഇരുവശവും കൂട്ടിമുട്ടിക്കുവാൻ നെട്ടോട്ടമോടുന്നവരും. ഇവർക്കും ആത്മീയ അന്വേഷണത്തിന് എവിടെയാണ് സമയം? അവബോധമെന്ന യഥാർത്ഥ ബോധത്തിന്റെ ഗുണം ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 1% നന്മയുള്ളവർ ഈ ഭൂമിയിലുള്ളതുകൊണ്ടാണ് സർവനാശത്തിലേക്ക് പോകാതെ ഈ ഭൂമി നിലനിൽക്കുന്നത്. അവരുടെ നിസ്വാർത്ഥതയുടെയും നിഷ്കാമ കർമ്മത്തിൻ്റെയും യഥാർത്ഥ സ്നേഹത്തിൻ്റെയും മുന്നിൽ അധമബോധത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. ആത്മീയതയുടെ പേരിൽ തിന്മ കാട്ടുതീ പോലെ ലോകത്ത് പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ യഥാർത്ഥ ആത്മീയതയിലൂടെ നന്മയിലൂടെ ആ തീ കെടുത്തുവാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം. അവബോധത്തിലേക്ക് ഉയർന്നു വരുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. എല്ലാ SLS കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നന്മയുടെ, ഉന്മേഷത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, നല്ല ബന്ധങ്ങളുടെ, നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു. മൈത്രി ഭവ.